ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ എന്റെ അമ്മേ, അങ്ങനെ പടിയിറക്കാൻ പറ്റുമോ? കോടീശ്വരിയുടെ മോളല്ലേ? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ മോളെ. എന്നെ കളരിക്കൽ തറവാട്ടിലെ മരുമകളാക്കാന്ന് സിത്താര മേഡം പറഞ്ഞിരുന്നോ? ആയുസ് മുഴുവൻ നവീന്റെ കൂടെ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ മകള് കല്യാണം കഴിഞ്ഞു പോകുന്ന വീട്ടില് ഒരു ദോഷമുണ്ട്, അതൊന്ന് തീർക്കണം. ഒരു പൂജാരിക്ക് കൊടുക്കുന്നത് പോലെ, ഒരു ജോത്സ്യന് കൊടുക്കുന്നത് പോലെ അവരെനിക്ക് പണം തന്നു. അത് കുറച്ചൊന്നുമല്ല. അതുകൊണ്ടാ എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത്. അത് കഴിഞ്ഞപ്പോ അവരവരുടെ മകളെ അങ്ങോട്ടേക്ക് അയച്ചു. ഇതിലെവിടെയാ സിത്താര മേഡത്തിന്റെ ഭാഗത്ത് തെറ്റ്? മോളെ, നീ നവീനെ സ്നേഹിച്ചല്ലേ? അതെന്റെ തെറ്റ്. അതിന് സിത്താര മേഡത്തിന്റെ കുറ്റം കണ്ടുപിടിക്കണ്ട. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലേ? ഞാൻ പോകും, പോയി ചോദിക്കും. കുഞ്ഞുനാള് മുതല് എന്നെ അമ്മ എങ്ങനെയാ വളർത്തിയത്? നമ്മുടെ പ്രവൃത്തിയില് നന്മയും സത്യസന്ധതയും ഉണ്ടാവണമെന്ന് പറഞ്ഞ് എത്ര കഥകളാ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. മറന്നു പോയോ അതൊക്കെ? പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ഒരു ദിവസത്തില് പല തവണ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വാക്ക് നമ്മൾ പാലിക്കണ്ടേ? സിത്താര മേഡം തന്ന പണത്തിനോട് നമ്മൾ നന്ദി കാണിക്കണ്ടേ? അത് വേണം. പക്ഷേ നിന്റെ മനസ്സിപ്പം നിന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അത് നവീന് കൊടുത്തിട്ടല്ലേ നീ ഇവിടെ? അതാ അമ്മയെ ഞാൻ പറഞ്ഞ്, മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാ. അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഞാൻ വേദനിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അല്ലാതെ മകളെ ഒരു കോടീശ്വരൻ കല്യാണം കഴിക്കണമെന്നോ അയാളുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കണമെന്നോ അങ്ങനെയൊന്നും സ്വപ്നം കണ്ടിട്ടില്ലല്ലോ. ഞാനിതൊക്കെ മറക്കാൻ കുറച്ച് സമയം എടുക്കായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് എനിക്കറിയാം. പതുക്കെ പതുക്കെ ഞാൻ മാറിക്കോളാം. അല്ലാതെ ഒരു നന്ദി കെട്ടവളായി അമ്മ സിത്താര മേഡത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് എനിക്ക് വേണ്ടി യാചിക്കരുത്. അതൊന്നും നമുക്ക് ചേരില്ലമ്മേ. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞായാലും അല്ലാതെ ആയാലും അങ്ങനൊരു കാര്യം അമ്മ ചെയ്യരുത്. ശരി, ഞാൻ പോകുന്നില്ല. ഗതിയില്ലാത്ത അമ്മമാർക്ക് മക്കളുടെ കണ്ണീര് കണ്ടാലും അടക്കി ഒതുക്കാൻ ശീലിച്ചല്ലേ പറ്റൂ. ഞാൻ സഹിച്ചോളാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോടുള്ള സ്നേഹം എനിക്കറിയാം. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയ എന്നെക്കാളും എന്റെ അമ്മയെക്കാളും നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ വേണ്ട ഗോപാലമ്മ, ഒന്ന് തൊടാൻ പോലും പറ്റാത്ത ദൂരത്തിൽ അവരൊക്കെ നന്നായിരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാ തങ്കം, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കൊച്ചിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ആ ഗാഥ നല്ലോണം ജീവിക്കില്ല. അത് കണ്ട് സിത്താര മേഡം സന്തോഷിക്കുകയില്ല, ഉറപ്പാ. ഗോപാലേട്ടാ, ഞാനെന്തായാലും സിത്താര മാമിന്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. എന്താ അവസ്ഥയെന്ന് അറിയാലോ. കൃഷ്ണയോട് കാണിച്ച സ്നേഹവും കണ്ണീരൊക്കെ സത്യാണെന്ന് നോക്കട്ടെ. എന്റെ പേരിൽ പുള്ളിയപ്പോ ഇങ്ങനെ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? എന്താ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അടുക്കളയിൽ നിന്നപ്പോ സഹായിക്കാൻ വന്നിട്ട് ദോശക്കല്ല് തട്ടിയിട്ട്. ഓ അതോ? നല്ല ആളാ.
ആ സർപ്പബലയുടെ കളത്തിലേക്ക് ഇറങ്ങിയപ്പോ പഴയതെല്ലാം താ മറന്നോ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല. എന്റെ നെഞ്ചിൽ ചേർന്നെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ കൈകളിൽ ചുംബിച്ച ഓർമ്മയുണ്ടോ? മതി നവീൻ, മതി. എന്തു പറ്റി? നീറ്റലുണ്ടോ? ആ, നീറ്റലുണ്ടാവും. കളരിക്കലിന്ന് കൈ പൊള്ളിയാ അത്ര പെട്ടെന്നൊന്നും നീറ്റൽ അവസാനിക്കില്ല. ഇത്രയും കാലം ഇവിടെ കേട്ടുകൊണ്ടിരുന്നത് ഗാതമുള്ള ഐശ്വര്യമുള്ളവളാണ്, ദൈവം കളരിക്കൽ വീട്ടിലേക്ക് സമ്മാനം തന്നതാണ് എന്നൊക്കെയായിരുന്നല്ലോ. അതെന്തായാലും ഇന്നത്തോടെ മാറിക്കിട്ടി. നിലവിളക്ക് കെട്ടതിന്റെ ലക്ഷണം വെച്ച് വേറെ വല്ലയിടത്തായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പടിയിറക്കിയ അല്ലേ? അയ്യോ എന്റെ അമ്മേ, അങ്ങനെ പടിയിറക്കാൻ പറ്റുമോ? കോടീശ്വരിയുടെ മോളല്ലേ? ദേ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. മോളെ, വെറുതെ ഓരോന്ന് പറയാം മുത്തശ്ശി. കേട്ടിട്ടേ എനിക്ക് വിഷമാവുന്നു. എന്താ നിർമ്മല നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ഈ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നേ? ശരി സുമിത്രേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോ കീർത്തി വിളക്കെടുക്കൂന്ന് വെക്ക. അവളുടെ കയ്യിൽ നിന്ന് ആ വിളക്ക് തറയെ വീണു പോയാ നിങ്ങൾ എന്തൊക്കെ പറയും? അവൾക്ക് ഐശ്വര്യം ഇല്ലാന്ന് പറയില്ലേ? ആ ചടങ്ങിന് എന്തെങ്കിലും ദുശകനം ഉണ്ടെന്ന് പറയില്ലേ? ആ, ഇത് തന്നെയാ ഞാനും എന്റെ മോളും പറഞ്ഞോളൂ. ആ, അതെന്താ നിങ്ങൾക്കൊരു നിയമം ഞങ്ങൾക്കൊരു നിയമമൊന്നുണ്ടോ? മതിയമ്മായി, എല്ലാം കഴിഞ്ഞ് നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസമായതുകൊണ്ടാ ചിലതൊക്കെ കേട്ടിട്ട് ഞാൻ കേട്ടില്ല എന്ന് വെച്ചത്. അതെന്റെ ദൗർബല്യമായിട്ടൊന്നും കാണണ്ട. രണ്ടുപേർക്കൂടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ അകത്തേക്ക് വയ്ക്കോ. അതാണ് രണ്ടുപേർക്കും നല്ലത്. ഞങ്ങള് പോയിക്കോളാം. അല്ലേലും ഞാനും എന്റെ കുടുംബവും മാളത്തിലൊളിച്ച പോലെയാണല്ലോ ഇവിടെ കഴിയുന്നേ. ഞങ്ങൾ ഒളിച്ചിരുന്നോണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടായാൽ മതി. നീ വാടി. നവീൻ, എന്തിനാ ഇവറ്റകളൊക്കെ സഹിക്കുന്നേ? എത്ര കാലമായി എല്ലാവരും ഇവര് പരിഹസിച്ചോണ്ട് നടക്കുന്നു. പോട്ടെ മോളെ, കാര്യമാക്കണ്ട. എല്ലാവരും നമ്മളെപ്പോലെ നല്ലത് ചിന്തിക്കണമെന്നില്ലല്ലോ. ദൂഷ്യം പറയാൻ ശീലിച്ചവര് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളത് കേട്ടില്ല എന്ന് കരുതിയാ മതി. വിടടോ, ഇത്തരക്കാർക്കുള്ള മറുപടി നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളതാ. അസൂയക്കാരുടെയൊക്കെ കണ്ണു പൊട്ടട്ടെ, കാണിച്ചു കൊടുക്കാം നമുക്ക്, അല്ലേ മുത്തശ്ശി? അത് തന്നെയാ. ഇത്തരം സംസാരങ്ങൾക്കൊക്കെ ഒരു സമയമുണ്ട്. കുറച്ചു നാള് കഴിയുമ്പോ അത് അവര് തന്നെ അവസാനിപ്പിച്ചോളൂ. കൃഷ്ണ